നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ നടുക്കിക്കൊണ്ട് വീണ്ടും ഭീകരാക്രമണം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ പാകിസ്ഥാനെ ഞെട്ടിക്കുകയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിൽ ഒരു റെയിൽവേ ട്രാക്കിലാണ് ഇന്ന് രാവിലെ ഉഗ്രസ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ഇതുവരെ 23 പേർ മരിച്ചതായും 40 പേർക്ക് പരിക്കേറ്റതായുമാണ് സൂചന. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും വലിയ സ്ഫോടനങ്ങളിലൊന്നാണ് ഇന്ന് രാവിലെയും നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആ റെയിൽവേ ട്രാക്കിൽ സ്ഫോടനം നടന്ന റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടി ഒരു ട്രെയിൻ സഞ്ചരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ട്രെയിനായിരുന്നു അത്. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയാണ് ഈ അടുത്ത കാലത്തായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണങ്ങൾ നടത്താറുള്ളത്. സൈനിക വാഹനങ്ങളെയും സൈനികർ സഞ്ചരിക്കുന്ന ട്രെയിനുകളെയും ഒക്കെയാണ് ഇവർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി നടന്ന സ്ഫോടനമാണിത്. പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച ട്രെയിനിനെ ലക്ഷ്യമാക്കി നടന്ന സ്ഫോടനമായതുകൊണ്ട് തന്നെ മരിച്ചവരിലേറെയും പാകിസ്ഥാൻ സൈന്യമാണ് എന്നാണ് സൂചന. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളുടെ തന്നെ ഒരു ഉപവിഭാഗമായ മജീദ് ബ്രിഗേഡാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞു. ആക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ച കണക്കെടുപ്പ് നടക്കുകയാണ് എന്നും ഉടൻ തന്നെ കാഷ്വാലിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പേടി സ്വപ്നമായി ബലൂച്ച് ലിബറേഷൻ ആർമി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ഈ പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നും ഇതിനെ ഒരു പരമാധികാര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള വിഘടനവാദ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നത്. ബലൂചിസ്ഥാൻ ധാതു ലവണങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു പ്രവിശ്യയാണ്. എന്നാൽ പാകിസ്ഥാനിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള പ്രവിശ്യ കൂടിയാണ്. ബലൂചിസ്ഥാനിലെ ധാതുക്കൾ പാകിസ്ഥാൻ ഭരണകൂടം കൊള്ളയടിക്കുന്നുണ്ട്. എന്നാൽ ആ വിഭവങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് എത്തിക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കാറില്ല. വലിയ വിവേചനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബലൂചിസ്ഥാൻ നേരിടുന്നത്. ഈ വിവേചനത്തിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള വിഘടനവാദ സംഘടനകൾ. അവർ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ, അതായത് പഞ്ചാബ് പ്രവിശ്യയ്ക്ക് വലിയ മുൻതൂക്കമുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടത്തിലാണ്. ആ സായുധ പോരാട്ടം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഒട്ടനവധി പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഇവരുടെ ആക്രമണം കാരണം ജീവൻ നഷ്ടമായിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനയായി ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെറിയ ചെറിയ സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളുമായി ഒക്കെ തുടങ്ങിയ ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ വലിയൊരു സൈനിക ശക്തിയായി പാകിസ്ഥാനിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വമ്പൻ ആക്രമണങ്ങളാണ് ഇപ്പോൾ അവർ പാകിസ്ഥാനിൽ നടത്തുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് ബലൂചിസ്ഥാനിൽ വലിയ ഇടപെടലുകളൊന്നും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ 2 or 3 കഷ്ണങ്ങളായി മുറിയുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പാക് ഭരണകൂടം. ഈ സാഹചര്യത്തിലാണ് പാക് ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ പാക് സൈന്യം കവർന്നെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ ഭീകര സംഘടനകളെയെല്ലാം ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ആർമിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ തീവ്രവാദ സംഘടനകൾ. ബലൂചിസ്ഥാൻ ആർമി അടക്കമുള്ള ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ബലൂചിസ്ഥാനിലുള്ള യുവതീ യുവാക്കളെ ഇസ്ലാമിക ഇന്ത്യ വിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക, അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുക, അങ്ങനെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായി ബലൂചിസ്ഥാനെ മാറ്റുക എന്നതൊക്കെയാണ് ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകൾ രണ്ടും ഒന്നായി പ്രവർത്തിക്കുകയാണ് ബലൂചിസ്ഥാനിൽ. ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ നിരുത്സാഹപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നതൊക്കെയാണ് ഇത്തരം നീക്കങ്ങളുടെ പിന്നിൽ. എന്തായാലും ഇത്തരം നീക്കങ്ങളിലൊന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കീഴടങ്ങുന്നില്ല. അവർ ശക്തിയുക്തം ആക്രമണം തുടരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് രാവിലെ നടന്ന സ്ഫോടനം. ഉഗ്രസ്ഫോടനമാണ് റെയിൽവേ ട്രാക്കിന് സമീപം നടന്നത്. റെയിൽവേ ട്രാക്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒട്ടനവധി വാഹനങ്ങളാണ് നിന്ന് കത്തിയത്. പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിനാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ
ആളുകൾ മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിക്കെതിരെ സംയുക്ത നീക്കത്തിന് നേരത്തെ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ശ്രമിച്ചിരുന്നു. കാരണം ബലൂചിസ്ഥാനിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ പദ്ധതികളുമൊക്കെ ചൈന നടപ്പിലാക്കി വരികയായിരുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ കേന്ദ്രമായിരുന്നു ബലൂചിസ്ഥാൻ. എന്നാൽ ബലൂച്ച് ലിബറേഷൻ ആർമിയും നാട്ടുകാരുമെല്ലാം ഇത്തരം പദ്ധതികൾക്കെതിരായിരുന്നു. തങ്ങളുടെ പ്രവിശ്യയിൽ നിന്നും ഇത്തരത്തിലുള്ള ധാതുലവണങ്ങൾ ചൂഷണം ചെയ്തു കൊണ്ടുപോവുകയാണ്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുപോവുകയാണ്. പിന്നീട് പാകിസ്ഥാൻ ആ പ്രകൃതി വിഭവത്തിന് അനുസൃതമായി ബലൂചിസ്ഥാനെ തിരിഞ്ഞു നോക്കുന്നുമില്ല. വികസനം തൊട്ടു തീണ്ടാത്ത ഒരു പ്രദേശമായി ബലൂചിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇതാണ് വിഘടനവാദത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ചൈനയ്ക്കും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. സ്വന്തം ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാർക്ക് നേരെ ബോംബാക്രമണം നടത്തണമെന്ന് ചൈന നേരത്തെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ മുടങ്ങിയതിലുള്ള ദേഷ്യം കൊണ്ടാണ് ചൈന ഇപ്പോൾ ബലൂചിസ്ഥാൻ വിട്ടുപോകാൻ ഒരുങ്ങുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ചൈന ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് നേരെ അണിനിരത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമവും നടന്നത്. എന്നാൽ അതും വിജയിച്ചില്ല. അമേരിക്ക ബലൂചിസ്ഥാനിൽ എത്തുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ എണ്ണ നിക്ഷേപമുണ്ടെന്നും ബലൂചിസ്ഥാനിൽ അപൂർവ ധാതു ലവണങ്ങളുടെ നിക്ഷേപമുണ്ടെന്നുമെല്ലാം അമേരിക്കയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും. എന്നാൽ അമേരിക്ക പിന്നീട് നടത്തിയ പരിശോധനകളിൽ അത്തരം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്ക മെല്ലെ പിൻവാങ്ങി. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വിഘടനവാദത്തെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വിഘടനവാദത്തെ എങ്ങനെ നേരിടുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വീണ്ടും കനത്ത ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായ പ്രവർത്തനം പാകിസ്ഥാനിൽ നടത്തുന്നത്.